ഇനി ഏത് കോയിൻ വാങ്ങണം? ഇവിടെയാണ് 90% പേർക്കും അബദ്ധം പറ്റുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു പിരമിഡ് പോലെ ആയിരിക്കണം. അതിൽ 60% ബിറ്റ്കോയിൻ, എത്തേറിയം പോലുള്ള കോയിനുകൾ മാത്രമായിരിക്കണം. പിന്നെ ബാക്കി 30% പോളിഗൺ, അതേപോലെ സൊലാന പോലുള്ള കോയിനുകളായിരിക്കണം. ലാസ്റ്റ് 10% മാത്രം മീം കോയിനുകളിൽ, ഷിബ ഇനു, ഡോഡ്ജ് പോലുള്ള കോയിനുകളിൽ നിക്ഷേപിക്കുക. ഇതൊരു ലോട്ടറി പോലെയാണ്. കിട്ടിയാൽ കിട്ടി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിപ്റ്റോയിൽ നിങ്ങളുടെ പണത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഇതിൻ്റെ പാസ്വേഡ് മറന്നാൽ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ പോലും ഇല്ല. സ്റ്റീഫൻ തോമസ് എന്നൊരാൾക്ക് പാസ്വേഡ് മറന്നത് കാരണം 3000 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. വലിയ വലിയ തുകകൾ എക്സ്ചേഞ്ചിൽ ഇടാതെ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ ഹാർഡ്വെയർ വാലറ്റിലേക്കോ മാറ്റുക. നിങ്ങളുടെ സീഡ് പേഴ്സ് ആർക്കും കൊടുക്കാതിരിക്കുക. ക്രിപ്റ്റോ എന്നത് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള പദ്ധതിയല്ല. അത് ക്ഷമയുടെയും പഠനത്തിൻ്റെയും വഴിയാണ്. വില കൂടുമ്പോൾ ആവേശം കാണിക്കാതിരിക്കുക, കുറയുമ്പോൾ പേടിക്കാതിരിക്കുക. 2026 ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും സത്യസന്ധമായ അറിവുകൾക്കും വേണ്ടി ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയായിരിക്കും? 100 രൂപ അല്ലെങ്കിൽ 500 രൂപ? താഴെ കമൻറ്റ് ചെയ്യൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം.